ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെ നൂതന പ്രവണതകളെക്കുറിച്ചും ബഹ്റൈനിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉൾക്കാഴ്ച പകർന്ന ഗൾഫ് മാധ്യമം എഡ്യൂകഫേ സമാപിച്ചു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കരിയർ മേളയിൽ പ്രമുഖർ പങ്കെടുത്തു. തുടർ പഠനത്തിനായുള്ള കോഴ്സുകൾ, കോളേജുകൾ, തിരഞ്ഞെടുക്കേണ്ട വിഷയങ്ങൾ, സ്കോളർഷിപ്പുകൾ, AI സാധ്യതകൾ, പാരന്റിംഗ്, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൂതനാശയങ്ങൾ പകർന്നു നൽകിയാണ് ബഹ്റൈനിൽ നടന്ന എഡ്യൂകഫേ ശ്രദ്ധേയമായത്. വിദേശത്തെയും ഇന്ത്യയിലെയും ബഹ്റൈനിലെയും വിവിധ സർവകലാശാലകളുടെ പ്രാതിനിധ്യത്തോടെയായിരുന്നു ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കരിയർ മേള. 2 ദിനങ്ങളിലായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മികച്ച പങ്കാളിത്തത്തോടെ നടന്ന മേള ബഹ്റൈൻ പാർലമെന്റ് അംഗവും ഫോറിൻ അഫയേഴ്സ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സമിതി അംഗവുമായ മറിയം അൽ ദായിൻ MP ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധ പരിശീലകരായ ഡോക്ടർ സൗമ്യ സരീൻ, കൃഷ്ണകുമാർ, പ്രൊഫസർ MH ഇല്യാസ്, മജീഷ്യൻ രാമമൂർത്തി എന്നിവർ നയിച്ച വിവിധ സെഷനുകളും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ സദസ്സുമായി സംവദിച്ച ടോപ്പേഴ്സ് ടോക്കും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധ നേടി. നല്ലതായിരുന്നു. കുറേ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറേ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പറ്റി കുറേ അറിയാൻ പറ്റി. അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തു, കുറേ ഇൻഫർമേഷൻ തന്നു. നമ്മളെപ്പോലുള്ള പാരൻസിന് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ പ്രവാസികളെ നമ്മളിപ്പോൾ നാട്ടിലേക്ക് നമ്മളുടെ മക്കളെ നാട്ടിൽ ഏത് കോളേജിൽ നമ്മൾ ചേർക്കണം എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളെ നമ്മൾക്ക് പരിചയപ്പെടാനും കൂടുതൽ അറിവുകൾ കോഴ്സുകളെക്കുറിച്ചും മറ്റുള്ള ഫീസ് സ്ട്രക്ചറുകളെക്കുറിച്ചും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. എഡ്യൂകഫേ നമുക്കറിയാവുന്നതുപോലെ UAE-യിലും മറ്റ് രാജ്യങ്ങളിലും ഏകദേശം 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ ഈവൻ്റാണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷണൽ ഈവൻറ്റ് ഹാപ്പനിങ് അക്രോസ് GCC എന്നുള്ള ഒരു ബ്രാൻഡിൽ തന്നെയാണ് എഡ്യൂകഫേ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ബഹ്റൈനിൽ ഇതാദ്യമായിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ നല്ലൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ വസിക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം, അതായത് നല്ല യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ അവരുടെ ഒരു ഫ്യൂച്ചർ പഠിപ്പ് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂകഫേ. അതിൽ കൂടെ അവർക്ക് നമ്പർ ഓഫ് കോഴ്സുകളെ പറ്റിയും യൂണിവേഴ്സിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ സ്കോളർഷിപ്പിനെ പറ്റിയും ഇങ്ങനെയുള്ള കുറേ അപ്ഡേഷൻ കിട്ടും. അതിന് കൂടെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില സെഷൻസുകളും. ബഹ്റൈനിലെ വിവിധ വിദ്യാലയങ്ങളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്ത പ്രിൻസിപ്പൽ ടോക്കും ശ്രദ്ധേയമായി. ഗൾഫ് മാധ്യമം മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ സലീം അമ്പലൻ, ബഹ്റൈൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ജമാൽ ഇരിങ്ങൽ, രക്ഷാധികാരി MM സുബൈർ, റീജിയണൽ മാനേജർ ജലീൽ അബ്ദുള്ള എന്നിവർ സന്നിഹിതരായിരുന്നു. Well, thank you for the opportunity. First of all, to be here. The EduCafe has been an excellent event. We're here representing the Applied Science University, and we've had a lot of interest from parents and students about the programs we offer, degree award programs that we offer in collaboration with London Southbank University. So the community here at the event have been very interested in the degrees we offer. Of joining university, it's a big step. Parents have lots of questions, students have lots of questions, and we're very happy to be here to answer their questions. So as I said, the event, we've been very well received here, and we're looking forward to more events like this in the future. Hello everyone, this is Dr. Maria Casoria. I am the Dean of the College of Law at Euro University of Bahrain. We are delighted to be here today to meet a lot of prospective students. We have a lot of... Thank you very much. This was our first time joining this event, and we feel so excited. We have got we met so many parents, and particularly about this community, and it's really amazing. The Indian community, perhaps they love you and trust you that they are coming here, and it gave us a very good chance to interact with them, to know them, to understand their thoughts and what they are looking at, and especially it gives us a good opportunity to share with them the wonderful programs that we have. We are very happy to be part of this Madhyamam program organized in Gulf. This is the first time that we participate from SRM group of institutions, Ramapuram and Tiruchirappalli. I'm very happy about the arrangements made by the organizers. It's a wonderful experience starting from India and traveling here and coming back. So everything is arranged by the organizers. We are very happy about it. SRM group of institutions, we were 4-decade-old institution. We started in the year 1969. We started with the school, then we went on to start polytechnic, engineering colleges, medical college and other courses.
Now currently I represent SRM group of institutions at Ramapuram and Tiruchirappalli. അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി പ്രതിനിധി അബ്ദുൽ ഹമീദ് ബാക്കി, യൂറോ യൂണിവേഴ്സിറ്റി ഓഫ് ബഹ്റൈൻ ഡീൻ ഓഫ് കോളേജ് ഓഫ് ലോ മറിയ കസോറിയ, ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റി ബഹ്റൈൻ പ്രതിനിധി പാടിയൽ നായിഡു, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ബഹ്റൈൻ പ്രതിനിധി ഷാഹിദ് മസൂദ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ ജനറൽ മാനേജർ ഷമീർ, യൂണിഗ്രാഡ് എഡ്യൂക്കേഷൻ സെന്റർ ബഹ്റൈൻ ചെയർമാൻ ജയപ്രകാശ് മേനോൻ എന്നിവർ പങ്കെടുത്തു. രേവതി പരിപാടിയിൽ അവതാരകയായി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.